ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്നു. ബിജാപൂരിൽ 22 സ്ത്രീകൾ ഉൾപ്പെടെ 103 മാവോയിസ്റ്റുകളാണ് കീഴടങ്ങിയത്. തലയ്ക്ക് 1 കോടി രൂപ ഇനാം പ്രഖ്യാപിച്ച 49 മാവോയിസ്റ്റുകളും കീഴടങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട്. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ശ്രീകാന്ത്, ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇപ്പോൾ തുടർച്ചയായി കീഴടങ്ങുകയാണ്. കാരണം ഇത്തരം ഭീകരശക്തികൾക്കുള്ള അന്ത്യശാസനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം പൂർണ്ണമായി ഇല്ലാതാക്കും എന്നത് അമിത്ഷായുടെ പ്രഖ്യാപനമാണല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേക ഓപ്പറേഷനുകൾ ഈ ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും ഒഡീഷയിലെയും ഒക്കെ വനമേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ ഈ ഭീകരന്മാർ ഓരോരുത്തരായി കീഴടങ്ങുന്നത്? എത്ര വലിയ കമ്മ്യൂണിസ്റ്റ് ഭീകരൻ എന്ന് പറഞ്ഞാലും മരണഭയം എന്നുള്ളത് ഒരു മനുഷ്യനെ വല്ലാതെ അലട്ടുന്ന കാര്യമാണ്. അതാണിപ്പോൾ ഈ ബസ്തർ ബെൽറ്റിലെയും ബീജാപൂരിലെയും ഗഡ്ചിരോളിയിലെയും ഒക്കെ ഈ മാവോയിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് കൊടും ഭീകരർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അന്ത്യശാസനം നൽകിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. 370 അബ്രഗേറ്റ് ചെയ്ത് ജമ്മു കശ്മീരിനെ അടിച്ചൊതുക്കിയ പാരമ്പര്യമുള്ള ആഭ്യന്തരമന്ത്രിയാണ് അദ്ദേഹം. അന്ത്യശാസനം നൽകി, നിങ്ങളുടെ ഒരു തരത്തിലുള്ള വെടിനിർത്തലും എനിക്ക് സ്വീകാര്യമല്ല, നിങ്ങൾക്കൊരൊറ്റ മറുപടി മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ളത്, അതായത് നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങൂ, അതിനപ്പുറം ഒരു ചർച്ചയും നിങ്ങളുമായില്ല, അതിനപ്പുറം ഒരു വെടിനിർത്തലുമില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ മറുപടി. തൊട്ടു പിന്നാലെ അത് മനസ്സിലാകേണ്ട രീതിയിൽ ഈ കൊടും ഭീകരർക്ക്, കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് മനസ്സിലായിട്ടുണ്ട്. 103 പേർ ആയുധം വെച്ച് കീഴടങ്ങി എന്ന് പറയുമ്പോൾ ഓർക്കണം എത്രത്തോളം മരണഭയം ഇവരെ അലട്ടുന്നുണ്ട് എന്നുള്ളത്. ബീജാപൂരിലാണ് 103 എണ്ണം കീഴടങ്ങിയത്. തലയ്ക്ക് 1 കോടി രൂപ പ്രഖ്യാപിച്ച 49 മാവോയിസ്റ്റുകൾ കീഴടങ്ങിയവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് ടോട്ടൽ 49 കോടി രൂപ സർക്കാർ ഈ കൊടും ഭീകരരുടെ തലയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചിരുന്നു. അതൊക്കെ വളരെ കാലം മുമ്പേ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അതിന് അമിത്ഷായെ പോലെ ഒരു ആഭ്യന്തരമന്ത്രി വേണ്ടി വന്നു, ഇച്ഛാശക്തിയുള്ള ഭരണകൂടം വേണ്ടി വന്നു എന്നുള്ളതാണ്. 22 പേർ സ്ത്രീകളാണ് ഈ കീഴടങ്ങിയവരിൽ. മാവോയിസ്റ്റ് സംഘടനയിലെ ഉന്നത നേതാക്കൾ, കമാൻഡർമാർ, പ്രാദേശിക ഭരണവിഭാഗത്തിലെ അംഗങ്ങൾ തുടങ്ങി പല നിലയിലുള്ളവരും കീഴടങ്ങിയവരിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നു. എന്തായാലും 2026 മാർച്ച് 31 ഈ രാജ്യം കമ്മ്യൂണിസ്റ്റ് ഭീകരരിൽ നിന്നും മുക്തമാകുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. ശ്രീകാന്ത്, നേരത്തെ ഈ മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ഭരണകാലത്ത് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് തന്നെ പറഞ്ഞ ഒരു കാര്യം, ഭാരതം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ഭീഷണി എന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയാണ് എന്നുള്ളതാണ്. പക്ഷെ അത് വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നു UPA സർക്കാരിന്റെ കാലത്തെ നടപടി. അതായത് ഇതൊരു ഭീകരതയാണ്, ഇത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളിയാണെന്ന ധാരണയുണ്ട്, പക്ഷേ നടപടിയില്ല. അതായിരുന്നു ആ കാലഘട്ടത്തിൽ സാഹചര്യം. പക്ഷേ ഇപ്പോഴങ്ങനെയല്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടുത്ത വർഷം മാർച്ച് മാസത്തോടു കൂടി ഭാരതത്തിലെങ്ങും തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരത അല്ലെങ്കിൽ ചുവപ്പ് ഭീകരത എന്നൊന്നും ഉണ്ടാകില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഈ ഘട്ടത്തിൽ അടുത്തിടെ വെടിനിർത്തൽ കരാറിനായി ചില നീക്കങ്ങൾ മാവോയിസ്റ്റ് നേതാക്കന്മാരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായ കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതല്ലേ? ഗൗതം, ഇതിൽ കോൺഗ്രസിന്റെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, അവരുടെ 2 സമുന്നത നേതാക്കളെ ഏതാണ്ട് കൂട്ടത്തോടെ വെടിവെച്ചു കൊന്ന പാരമ്പര്യം ഈ കമ്മ്യൂണിസ്റ്റ് കൊടും ഭീകരർക്കുണ്ട്. വിദ്യാചരൺ ശുക്ല കേന്ദ്രമന്ത്രിയായിരുന്നു എന്ന് ഓർക്കണം. ഈ കേന്ദ്രമന്ത്രിയാണ് ഛത്തീസ്ഗഡിലിട്ട് വെടിവെച്ചു കൊന്നത്. മഹേന്ദ്ര കർമ്മ, ബസ്തർ ടൈഗർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കോൺഗ്രസിന്റെ സമുന്നതരായ നേതാവാണ്, മാവോയിസ്റ്റുകൾക്കെതിരെ രംഗത്തിറങ്ങിയ വ്യക്തിയാണ്. അദ്ദേഹത്തെയും 27 കോൺഗ്രസ് പ്രവർത്തകരെയുമാണ് ഒറ്റ ദിവസം ഒരേ സമയം വെടിവെച്ച് കൊലപ്പെടുത്തി കളഞ്ഞത്. എന്നിട്ടും കോൺഗ്രസിന് ഇതിനെതിരെ വിലപിക്കാനല്ലാതെ നടപടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതിനൊരൊറ്റ കാരണം, CPIM-ഉം CPI-യും ഉൾപ്പെടുന്ന ഇടത് പാർട്ടികൾ ഇവരുമായി സഹകരണത്തിലുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും നടപടിയെടുത്താൽ അവരുടെ ഭാഗത്തു നിന്നും ആ നിമിഷം തന്നെ വെട്ടുവരും എന്നുള്ളതും ഉറപ്പായിരുന്നു. അതിനാലാണ് അവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കാതിരുന്നത്. ഒപ്പം മറ്റു ചില ഇടപെടലുകൾ കൂടി കോൺഗ്രസ് ഭരണകൂടത്തിന് മേൽ ഉണ്ടായിരുന്നു. അത് പല NGO-കൾ, വിദേശ ശക്തികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അമിത്ഷായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് ഈ രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്, ഈ രാജ്യത്തിന്റെ സുരക്ഷയാണ്. 2026 മാർച്ച് 31 എന്നൊരു തീയതി ഉണ്ടെങ്കിൽ അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദ സംഘത്തെ അടിച്ചമർത്തിയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അമിത്ഷായാണ്. ഈ 103 പേരൊക്കെ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അവർ ആവശ്യപ്പെട്ടിരുന്നു 2 തവണ, ഒരു തവണ കത്ത് കൊടുത്തു, ഒരു തവണയല്ല ദൂതൻ മുഖേന ആവശ്യപ്പെട്ടു, 1 മാസം വെടിനിർത്തലിന് അനുവദിക്കണം, നമുക്ക് ചർച്ചയാകാം എന്ന്. അമിത്ഷാ പറഞ്ഞ മറുപടി, ഒരു ചർച്ചയുമില്ല, വെടിനിർത്തലുമില്ല, ആയുധം താഴെ വെക്കൂ, കീഴടങ്ങൂ,
സ്വസ്ഥമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. ഇതാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. യെസ്, വളരെ സുപ്രധാനമായ വാർത്തയാണ് എസ് ശ്രീകാന്ത് പങ്കുവയ്ക്കുന്നത്. 103 മാവോയിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഇന്നിപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര ശക്തികൾ ആയുധം വെച്ച് കീഴടങ്ങുന്ന ധാരാളം വാർത്തകൾ ഛത്തീസ്ഗഡിൽ നിന്നും ജാർഖണ്ഡിൽ നിന്നൊക്കെ പുറത്തു വരുന്നു. കാരണം വളരെ സുപ്രധാനമായ സൈനിക ഓപ്പറേഷൻ ഈ ഭീകരവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മരണഭയം വന്നതോടുകൂടി ഈ ഭീകരന്മാരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങാൻ സമ്മതിച്ചിരിക്കുന്നു. അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് നിന്നും ചുവപ്പ് ഭീകരത പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാണ്. അതിനാൽ തന്നെ ഇപ്പോൾ മാവോയിസ്റ്റുകളും നക്സലുകളും ഒക്കെ കീഴടങ്ങാനുള്ള തത്രപ്പാടിലാണ്. ശ്രീകാന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.